മഞ്ജുമിനികായ 105 സുനഖത്ത സുത്ത. ഈ സൂത്രത്തിൽ ആരാണ് ശരിയായിട്ട് മുക്തി ലഭിച്ചവർ? മുക്തി ലഭിച്ചതിന് ശേഷം ഒരു വ്യക്തി ഒരു കാരണവശാലും ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കരുത് തുടങ്ങിയ ആശയങ്ങളാണ് ഈ സൂത്രത്തിലുള്ളത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ വേസാലിയിൽ വിഹരിക്കുകയായിരുന്നു. അവിടെയുള്ള മഹാവനത്തിലെ കൂടകാരശാലയിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഭിക്ഷുക്കൾ തങ്ങൾ നിർവ്വാണം നേടി എന്ന് ഭഗവാന്റെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ ജന്മം അവസാനിച്ചു, ഞങ്ങൾ ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കി, ഏതെന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി ഒരു ഭവത്തിലും ഞങ്ങൾ തിരിച്ചു വരികയില്ല. ലക്ഷവികുലത്തിലെ സുനഖത്ത എന്ന വ്യക്തിയും ഇത് കേട്ടു. ഒരുപാട് ഭിക്ഷുക്കൾ ഭഗവാന്റെ മുൻപിൽ പോയിട്ട് തങ്ങൾക്ക് നിർവ്വാണം കിട്ടി, ഇനി പുനർജന്മം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹവും കേട്ടു. അപ്പോൾ ലിച്ഛവികുലത്തിലെ പുത്രനായിരുന്ന സുനഖത്തൻ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ഞാനിങ്ങനെ കേട്ടു, ഒരുപാട് ഭിക്ഷുക്കൾ താങ്കളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ നിർവ്വാണം നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് പുനർജന്മം ഇല്ല, ഞങ്ങളുടെ ബ്രഹ്മചര്യം പൂർത്തിയായി, ഇനി ഒരു ഭവത്തിലും ഞങ്ങൾ പുനർജനിക്കില്ല എന്ന് പറഞ്ഞു. ബന്ദേ, അവർ അത് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോ അതിയായിട്ടുള്ള അഭിമാനത്താൽ ചിലർ തങ്ങൾക്ക് നിർവ്വാണം കിട്ടി എന്ന് പറഞ്ഞതാണോ? സുനഖത്ത, അതിൽ കുറച്ചു പേർ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത്. എന്നാൽ മറ്റു ചിലർ അതിയായിട്ടുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ അഭിമാനത്താലാണ് അങ്ങനെ പറഞ്ഞത്. ഭിക്ഷു നിർവ്വാണം കിട്ടി അർഹന്തനായി എന്ന് സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരിയായിട്ട് രീതിയിലുള്ള പ്രഖ്യാപനമാണെങ്കിൽ അത് സത്യം തന്നെയാണ്. അല്ലെങ്കിൽ ഭിക്ഷുക്കൾ അതിയായിട്ടുള്ള അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് നിർവ്വാണം കിട്ടി എന്ന് പറയുകയാണെങ്കിൽ, തഥാഗതൻ ഇങ്ങനെ ചിന്തിക്കും: ഞാൻ അവർക്ക് ധർമ്മം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. തഥാഗതൻ അവരെ ധർമ്മം പഠിപ്പിക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് മൂഢനായിട്ടുള്ള ഒരു വ്യക്തി നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു ചോദ്യവുമായിട്ട് തഥാഗതൻ്റെ അടുത്ത് വന്ന് അത് ചോദിക്കുന്നു. അപ്പോൾ സുനഖത്ത തഥാഗതൻ തൻ്റെ മനസ്സ് മാറ്റുന്നു. അപ്പോൾ ഭിക്ഷുക്കൾ പറഞ്ഞു: ഭഗവാനെ, ഇതാണ് കാലം. സുഗത, ഇതാണ് കാലം. ദയവ് ചെയ്ത് ഭഗവാൻ ധർമ്മം പഠിപ്പിച്ചാലും ഞങ്ങൾ ഭിക്ഷുക്കൾ അതിനെ കേൾക്കാം, കേട്ടതിന് ശേഷം അതിനെ ധാരണം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സുനഖത്ത, ഇതിനെ കേട്ടാലും നിങ്ങളുടെ മനസ്സിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഇവിടെ നിർത്തിയാലും ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് സുനഖത്തൻ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: സുനഖത്ത, ഈ 5 കാമഗുണങ്ങളുണ്ട്. അതെന്താണ് 5 ചക്കുവിന്യേയ രൂപ, ഇട്ട, കന്ത, മനാപ, പിയരൂപ, കാമൂപ സംഹിത, രജനീയ. കണ്ണിനാൽ അറിയപ്പെട്ട രൂപം, അത് ഇഷ്ടമുള്ളതാണ്, അനുകൂലമാണ്, മനസ്സിന് ഇണങ്ങിയതാണ്, പ്രിയമുള്ളതാണ്, കാമത്തെ ഉണർത്തുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് കാതിനാൽ അറിയപ്പെടുന്ന ശബ്ദം, മൂക്കിനാൽ അറിയപ്പെടുന്ന ഗന്ധം, നാവിനാൽ അറിയപ്പെടുന്ന രുചി, സ്പർശത്താൽ അറിയപ്പെടുന്ന കായവിജ്ഞാനം. അതെല്ലാം ഇഷ്ടമുള്ളതാണ്, മനസ്സിന് അനുകൂലമാണ്, മനസ്സിന് ഇണങ്ങിയതാണ്, പ്രിയമുള്ളതാണ്, കാമത്തെ ഉണർത്തുന്നതാണ്, ഉത്തേജിപ്പിക്കുന്നതാണ്. സുനഖത്ത, ഇതാണ് 5 കാമഗുണങ്ങൾ. സുനഖത്ത, ഒരു പക്ഷേ ഒരു വ്യക്തി ഈ ലോകീയ സുഖങ്ങളെ അനുഭവിക്കാൻ ആഗ്രഹം വയ്ക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സുനഖത്ത, ആ വ്യക്തി ഇതേപ്പറ്റിയുള്ള സംഭാഷണമായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇതിനെപ്പറ്റിയായിരിക്കും ആ വ്യക്തി ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്. ആ തരത്തിലുള്ള വ്യക്തികളുമായിട്ടായിരിക്കും അവരുടെ കൂട്ടുകെട്ട്. അവർക്ക് അത് തൃപ്തികരമായിട്ട് തോന്നുന്നതാണ്. എന്നാൽ പരമശാന്തിയെക്കുറിച്ചുള്ള സംസാരം നടക്കുന്ന സമയത്ത് അവർ അതിനെ കേൾക്കുന്നില്ല. അവർ അതിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ കേൾക്കാൻ ശ്രമിക്കുകയോ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ആ തരത്തിലുള്ള വ്യക്തികളുമായിട്ട് അവർ കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ അവർക്ക് അതിൽ തൃപ്തിയും ലഭിക്കുന്നില്ല.
ഉദാഹരണമായിട്ട് ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഗ്രാമം അല്ലെങ്കിൽ നഗരം വളരെ മുൻപ് തന്നെ വിട്ട് മറ്റൊരിടത്ത് ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തി ആ ഗ്രാമം അല്ലെങ്കിൽ നഗരം അടുത്തിടെ വിട്ട വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി മറ്റേ വ്യക്തിയോട് ആ ഗ്രാമത്തെപ്പറ്റി അല്ലെങ്കിൽ നഗരത്തെപ്പറ്റി ചോദിക്കും. ആ ഗ്രാമം സുരക്ഷിതമാണോ? അവിടെ ആവശ്യത്തിന് ഭക്ഷണമുണ്ടോ? അവിടെ രോഗം ഒന്നും ഇല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ മറ്റേ വ്യക്തി ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ നഗരത്തിലെ വാർത്തകൾ ഈ വ്യക്തിക്ക് കേൾപ്പിച്ചു കൊടുക്കും. അവിടെ സുരക്ഷിതമാണ്, ഭക്ഷണമുണ്ട്, അതേപോലെ തന്നെ രോഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കേൾപ്പിച്ചു കൊടുക്കും. സുനഖത്ത, താങ്കൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തി മറ്റേ വ്യക്തിയെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആ വ്യക്തി മറ്റേ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും ശ്രമിക്കുമോ? ആ വ്യക്തി മറ്റേ വ്യക്തിയുമായിട്ട് ഇടപഴകാൻ ആഗ്രഹിക്കുമോ? അത് ആ വ്യക്തിക്ക് തൃപ്തികരമായിട്ട് തോന്നുമോ? തീർച്ചയായിട്ടും ബന്ദേ. സുനഖത്ത, ഇതേപോലെ തന്നെയാണ് ഒരു വ്യക്തി ലോകത്തിലെ ഇന്ദ്രിയ സുഖങ്ങളോട് ആസക്തിയുള്ള വ്യക്തിയാണ്, അത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ, അതിനെപ്പറ്റി മാത്രമേ ആ വ്യക്തി ചിന്തിക്കുകയുള്ളൂ. അതേപോലെയുള്ള വ്യക്തികൾ മാത്രമേ ആ വ്യക്തി കൂട്ടുകൂടുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തിക്ക് തൃപ്തി നൽകുകയുള്ളൂ. ഇന്ന് നമുക്ക് ഇത്തരം വ്യക്തികളെ ധാരാളമായിട്ട് കാണാവുന്നതാണ്. ഉദാഹരണമായിട്ട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ലോക വ്യവഹാരങ്ങളിൽ താല്പര്യമുള്ള വ്യക്തി ഒരിക്കലും അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കില്ല. അതിൽ ആ വ്യക്തിക്ക് തൃപ്തി ഉണ്ടാകുകയില്ല. എന്നാൽ പരമശാന്തിയെക്കുറിച്ചുള്ള സംഭാഷണം നടക്കുന്ന സമയത്ത് അവർ അത് കേൾക്കാൻ ആഗ്രഹിക്കുകയില്ല. അതിനെ കേട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കില്ല. അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് കൂടിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ അത് തൃപ്തികരമായിട്ട് അവർക്ക് തോന്നുകയുമില്ല. അപ്പോൾ അവരെപ്പറ്റി നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം: ആ വ്യക്തി ലോകീയ സുഖങ്ങളെ തേടിയാണ് യാത്ര ചെയ്യുന്നത്. അതിനാൽ അവർക്ക് പരമശാന്തിയുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവർക്ക് കൂടിച്ചേരാൻ സാധിക്കില്ല. സുനഖത്ത, ഒരു പക്ഷേ മറ്റൊരു വ്യക്തി ആ പരമശാന്തി ഉള്ള അവസ്ഥ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അതായത് ആത്മീയമായിട്ടുള്ള പരമശാന്തിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തി അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതേപോലുള്ള വ്യക്തികളുമായിട്ട് മാത്രമേ ആ വ്യക്തി കൂട്ടുകൂടുകയുള്ളൂ. അതാണ് ആ വ്യക്തിക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നത്. എന്നാൽ ലൗകിക കാര്യങ്ങളെപ്പറ്റിയുള്ള സംസാരം നടക്കുന്ന സമയത്ത് അവർ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി അവർ കേൾക്കാനോ മനസ്സിലാക്കാനോ ആഗ്രഹിക്കുന്നില്ല. അത് സംസാരിക്കുന്ന വ്യക്തികളുമായിട്ട് ആ വ്യക്തി കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നും ഇല്ല. അതേപോലെ തന്നെ അത് അവർക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നതും ഇല്ല. ഉദാഹരണമായിട്ട് മരത്തിൽ നിന്ന് വീണ ഒരു ഉണങ്ങിയ ഒരു ഇലയെക്കുറിച്ച് ആലോചിക്കുക. ആ ഉണങ്ങിയ ജീർണിച്ച ഇല ഒരിക്കലും വീണ്ടും പച്ചനിറം ആകില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി പരമശാന്തിക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ലൗകിക സുഖങ്ങളുമായിട്ടുള്ള ബന്ധം പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചതാണ്, അതിൽ നിന്ന് വേർപെട്ട വ്യക്തിയാണ് ആ വ്യക്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരെപ്പറ്റി നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: ആ വ്യക്തി പരമശാന്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന വ്യക്തിയാണ്. അതുമൂലം അവർ ലൗകിക സുഖങ്ങളെ പരിപൂർണമായിട്ടും അതിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന വ്യക്തിയാണ്. സുനഖത്ത, ഒരു പക്ഷേ ഒരു വ്യക്തി അകിഞ്ചനം എന്ന് പറയുന്ന നത്തികിഞ്ചി എന്ന അവസ്ഥയിൽ താല്പര്യമുള്ള വ്യക്തിയായിരിക്കും. അതായത് ഇത് 7ാമത്തെ ധ്യാനമാണ്. അവിടെ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതായത് മനസ്സിൽ യാതൊരുവിധ ചിന്തകളും ഇന്നും ഇല്ലാതെ പരിപൂർണമായിട്ടും ചിന്തകളില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ 7ാമത്തെ ധ്യാനം. അതിനെയാണ് അകിഞ്ചന്യായതനം എന്ന് പറയുന്നത്. ആ വ്യക്തി അതിനെപ്പറ്റിയുള്ള സംഭാഷണങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അതിനെപ്പറ്റി മാത്രമേ ആ വ്യക്തി ചിന്തിക്കുകയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് മാത്രമേ ആ വ്യക്തി കൂടിച്ചേരുകയുള്ളൂ. അതുമാത്രമേ അവർക്ക് തൃപ്തി തരികയുള്ളൂ. എന്നാൽ പരമശാന്തിയെക്കുറിച്ചിട്ടുള്ള സംഭാഷണം നടക്കുന്ന സമയത്ത് അവർ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി കേട്ടു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ
മനസ്സിലാക്കുവാനോ ആ വ്യക്തി ശ്രമിക്കുന്നില്ല. അത്തരത്തിലുള്ള വ്യക്തികളുമായി കൂടിച്ചേരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ അത് അവർക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നതും ഇല്ല. സുണഖത്ത, ഉദാഹരണമായിട്ട് വലിയ ഒരു പാറക്കഷ്ണം ഉണ്ട് എന്ന് കരുതുക. അത് ഇടയ്ക്ക് വെച്ച് രണ്ടായിട്ട് മുറിഞ്ഞു. അതിനാൽ ആ പാറക്കല്ലിനെ വീണ്ടും നമ്മൾക്ക് ഒന്നാക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ സുണഖത്ത, ഒരു വ്യക്തി അകിഞ്ചന്യായതനം എന്നതിനെപ്പറ്റി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി പരമശാന്തിയുമായിട്ടുള്ള സംബന്ധം ആ വ്യക്തി മുറിച്ചിരിക്കുകയാണ്. അവരെപ്പറ്റി നമ്മൾ ഇങ്ങനെയാണ് കരുതേണ്ടത്: ഈ വ്യക്തി അകിഞ്ചന്യായതനം എന്ന അവസ്ഥ നേടാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ ആ വ്യക്തി പരമശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തീർത്തും വേർപിരിഞ്ഞ് ഇരിക്കുകയാണ്. സുണഖത്ത, മറ്റൊരു വ്യക്തി നേവസന്യ ന്യാസന്യായതന എന്ന അവസ്ഥയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. നേവസന്യ നാസന്യ എന്നുള്ളത് 8ാമത്തെ ധ്യാനമാണ്. അതിൽ നമ്മളുടെ സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അത്ര സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയാണ് അത്. അത്തരം വ്യക്തികൾ ആ കാര്യത്തെപ്പറ്റിയുള്ള സംഭാഷണത്തിൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ, അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായി മാത്രം ആ വ്യക്തി കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ആ കാര്യം മാത്രമാണ് ആ വ്യക്തിക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നത്. എന്നാൽ ആ സമയത്ത് അകിഞ്ചൻ, അതായത് ഒന്നുമില്ല എന്ന് പറയുന്ന കാര്യം ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിനെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി അവർ കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല. അകിഞ്ചൻ എന്ന കാര്യത്തെപ്പറ്റി അവർ കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല. ആ വ്യക്തികളുമായിട്ട് ആ വ്യക്തി കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൂടാതെ അത് ആ വ്യക്തിക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നതും ഇല്ല. അതായത് 8ാമത്തെ ധ്യാനത്തിലെത്തിയ വ്യക്തിക്ക് 7ാമത്തെ ധ്യാനത്തിലെ കാര്യങ്ങൾ ഒട്ടും തന്നെ സ്വീകാര്യമായിട്ട് തോന്നുന്നില്ല. അതിൽ അവർ തൃപ്തരല്ല എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് സുണഖത്ത, ഏതെങ്കിലും വ്യക്തി വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. അതിനുശേഷം ആ ഭക്ഷണത്തെ ആ വ്യക്തി ഛർദ്ദിച്ചു കളഞ്ഞു. സുണഖത്ത, താങ്കൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തി ആ ഭക്ഷണത്തെ വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല ബന്ദേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ ഭക്ഷണം ആ വ്യക്തിക്ക് വെറുപ്പ് ഉളവാക്കുന്നത് ആകുന്നു. അതുപോലെ തന്നെ സുണഖത്ത, ഒരു വ്യക്തി നേവസന്യ നാസന്യ എന്ന കാര്യത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തി അകിഞ്ചൻ, അതായത് ഒന്നുമില്ല എന്ന അവസ്ഥയെ ഛർദ്ദിച്ചു കളഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അവരെപ്പറ്റി നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: ആ വ്യക്തി ഇപ്പോൾ നേവസന്യ നാസന്യ എന്ന അവസ്ഥയെ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ആ വ്യക്തി അകിഞ്ചൻ, അതായത് നത്തികിഞ്ചി എന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധം ആ വ്യക്തി മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. സുണഖത്ത, ഒരു പക്ഷേ ഒരു വ്യക്തി നിർവ്വാണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതുക. ആ വ്യക്തി അതിന് അനുകൂലമായിട്ടുള്ള സംഭാഷണങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതിനെപ്പറ്റി മാത്രമേ ആ വ്യക്തി ചിന്തിക്കുകയുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് മാത്രമേ ആ വ്യക്തി കൂടിച്ചേരുകയുള്ളൂ. ആ കാര്യം മാത്രമേ ആ വ്യക്തിക്ക് തൃപ്തികരമായിട്ട് തോന്നുകയുള്ളൂ. എന്നാൽ ആ സമയത്ത് ആരെങ്കിലും നേവസന്യ നാസന്യ എന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി അതിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ കേട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ആ വ്യക്തി ശ്രമിക്കുകയില്ല. ആ തരത്തിലുള്ള വ്യക്തികളുമായിട്ട് ആ വ്യക്തി കൂട്ടുകൂടില്ല. അതുകൂടാതെ ആ കാര്യം ആ വ്യക്തിക്ക് തൃപ്തികരമായിട്ട് തോന്നുകയും ഇല്ല. ഉദാഹരണമായിട്ട് ഒരു പനമരം ഉണ്ട് എന്ന് കരുതുക. ആ പനയുടെ മുകൾ ഭാഗം നമ്മൾ മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പന വീണ്ടും വളരുകയില്ല. അതുപോലെ തന്നെ സുണഖത്ത, ഒരു വ്യക്തി നിർവ്വാണത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ആ വ്യക്തി നേവസന്യ നാസന്യ എന്ന കാര്യവുമായിട്ടുള്ള തൻ്റെ ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതിനെ സമൂലം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെ തലമുറിച്ച ഒരു പനവൃക്ഷം പോലെ ആക്കിയിരിക്കുകയാണ്. അതിനെ പരിപൂർണമായിട്ടും തുടച്ചു നീക്കിയിരിക്കുകയാണ്. അതിനാൽ ഭാവിയിൽ അത് വീണ്ടും ഉയരാൻ സാധ്യമല്ല. അവരെപ്പറ്റി സുണഖത്ത, താങ്കൾ ഇങ്ങനെയാണ് കരുതേണ്ടത്: ആ വ്യക്തി നിർവ്വാണത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ്. അവർ നേവസന്യ നാസന്യായതന എന്ന ആ
കാര്യവുമായിട്ടുള്ള ബന്ധം അവർ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. സുനഖത്ത, ഒരു പക്ഷേ ഒരു ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കാവുന്നതാണ്. ശ്രമണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രാഗം ഒരു അമ്പാണ്. അതേപോലെ തന്നെ അവിദ്യ അല്ലെങ്കിൽ മോഹം എന്നത് ഒരു വിഷമാണ്. അതിൽ കാമഛന്തവും അതേപോലെ തന്നെ വ്യാപാദവും ഉണ്ട്, അതായത് രാഗവും ദ്വേഷവും ഉണ്ട്. ഞാൻ രാഗമാകുന്ന ആ കമ്പിനെ ഉപേക്ഷിച്ചു, അതുകൂടാതെ മോഹമാകുന്ന ആ വിഷത്തെയും ഞാൻ പുറന്തള്ളിയിരിക്കുകയാണ്. ഞാൻ ഇനി നിർവ്വാണത്തിലേക്ക് തന്നെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് അതിൽ അഭിമാനമുണ്ട്, പക്ഷേ അത് വസ്തുതയുമായിട്ട് നിരക്കുന്നതല്ല. അവർ നിർവ്വാണത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, അതിന് യോജിക്കാത്ത കാഴ്ചകൾ കാണുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, ഗന്ധം കേൾക്കുന്നു, രുചി കേൾക്കുന്നു, സ്പർശനം, അതേപോലെ തന്നെ മനസ്സിലുള്ള ചിന്തകൾ ആ വ്യക്തി മനസ്സിൽ ഉണ്ടാക്കുന്നു. അത് ചെയ്യുന്നത് മൂലം അവരുടെ മനസ്സിൽ രാഗം ഉൽപ്പന്നമാകുന്നു. അതുമൂലം അവർക്ക് മരണമോ അല്ലെങ്കിൽ മരണസമാനമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നു. ഉദാഹരണമായിട്ട് ഒരു വ്യക്തിക്ക് വിഷം പുരണ്ട ഒരു അമ്പ് കൊണ്ടു എന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും അതേപോലെ തന്നെ ആ വ്യക്തിയെ അറിയുന്നവരും ആ വ്യക്തിയെ ചികിത്സിക്കാൻ ഒരു വൈദ്യനെ വിളിക്കുന്നു. ആ വൈദ്യൻ ആ മുറിവിനെ ഒരു കത്തി കൊണ്ട് തുറക്കുന്നു. എന്നിട്ട് അമ്പ് ഏതുവരെ പോയിട്ടുണ്ട് എന്ന് അന്വേഷിക്കുന്നു. അതിനുശേഷം ആ അമ്പിനെ പുറത്തെടുക്കുന്നു, അതിലുള്ള വിഷത്തെ കളയുന്നു. എന്നിരുന്നു കഴിഞ്ഞാലും അല്പം വിഷം ആ മുറിവിൽ തങ്ങിയിരിക്കാം. അതിൽ വിഷം ഒന്നും തങ്ങിയിരിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആ വൈദ്യൻ ഒരുപക്ഷെ ഇങ്ങനെ പറയാം, പ്രിയപ്പെട്ട പുരുഷ, താങ്കളുടെ ശരീരത്തിലുള്ള അമ്പ് അത് ഞാൻ പുറത്തെടുത്തു, അതുകൂടാതെ ശരീരത്തിലുള്ള വിഷവും ഞാൻ ഒട്ടും ബാക്കി വയ്ക്കാതെ പുറത്തു കളഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നു കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് ഹാനി ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ യോജിച്ച ഭക്ഷണം മാത്രമേ കഴിക്കാവൂ, യോജിക്കാത്ത ഭക്ഷണം കഴിക്കരുത്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ മുറിവ് പഴുക്കുന്നതാണ്. അതുകൂടാതെ ദിവസവും ആ മുറിവിനെ കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് മരുന്ന് വയ്ക്കണം, അല്ലെങ്കിൽ അതിൽ വീണ്ടും രക്തവും ചലവും കട്ടി പിടിച്ച് ഇരിക്കുന്നതാണ്. വെയിലത്തും കാറ്റത്തും അധികം നടക്കരുത്, അല്ലെങ്കിൽ വീണ്ടും പൊടിയും മണ്ണും ആ മുറിവിനെ വികൃതമാക്കും, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അതിനാൽ പ്രിയപ്പെട്ട പുരുഷ, താങ്കളുടെ ഈ മുറിവിനെ ശരിയായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് അതിനെ ഉണക്കുക. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കും, ആ അമ്പിനെ പുറത്തെടുത്തിരിക്കുകയാണ്, അതിൽ വിഷം ഒന്നും തന്നെ ഇല്ല, അതുമൂലം ഈ മുറിവ് എനിക്ക് ഹാനി ഉണ്ടാക്കുകയില്ല. അപ്പോൾ അവർ അനുകൂലമല്ലാത്ത ഭക്ഷണം കഴിക്കും. അപ്പോൾ അതുമൂലം വീണ്ടും ആ മുറിവ് പഴുക്കും. അതുകൂടാതെ തുടർച്ചയായിട്ട് അവർ ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുകയോ അതിനെ കഴുകുകയോ ചെയ്യുന്നില്ല. അതുമൂലം ആ മുറിവിൽ ധാരാളം അഴുക്കും പൊടിയും വന്നു ചേരുന്നു. അതിൽ ചലവും അതേപോലെ തന്നെ രക്തവും വന്ന് ചേരുന്നു. അതുകൂടാതെ ആ വ്യക്തി അധികം സമയം സൂര്യപ്രകാശത്തിലും അതേപോലെ തന്നെ കാറ്റുകൊണ്ടും നടക്കുന്നു. അതുമൂലം അവരുടെ മുറിവിൽ പൊടികളും അതേപോലെ തന്നെ അഴുക്കുകളും കൂടുന്നു. അങ്ങനെ അവർ ആ മുറിവിനെ ശ്രദ്ധിക്കുന്നില്ല, അതിനെ ഉണക്കാൻ ശ്രമിക്കുന്നില്ല. അതിനാൽ യോജിക്കാത്ത കാര്യങ്ങൾ കഴിച്ചത് മൂലവും അതേപോലെ തന്നെ ആ വിഷം പരിപൂർണമായിട്ടും നീക്കാത്തതുകൊണ്ടും ആ മുറിവ് വീണ്ടും പഴുക്കുന്നതാണ്. അതുമൂലം ആ വ്യക്തിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഒരു ഭിക്ഷു ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം, ശ്രമണൻ രാഗത്തെ അല്ലെങ്കിൽ ചന്ദരാഗത്തെ ഒരു അമ്പിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, അവിദ്യ അല്ലെങ്കിൽ മോഹത്തെ വിഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്, അതിൽ ചന്ദരാഗവും ദ്വേഷവുമുണ്ട്. ഞാൻ രാഗത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അതുകൂടാതെ മോഹമാകുന്ന വിഷത്തെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ നിർവ്വാണത്തിൻ്റെ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ആ വ്യക്തിക്ക് ആ രീതിയിലുള്ള അഭിമാനം ഉണ്ട്, പക്ഷേ അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ല. എന്നിട്ട് അവർ നിബ്ബാണത്തിന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. യോജിക്കാത്ത ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഗന്ധവും
രുചിയും സ്പർശനവും ചിന്തകളും ആ വ്യക്തി സേവനം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ രാഗം ഉണ്ടാകുന്നു. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നു. ഈ കാര്യം തന്നെയാണ് ഇന്ന് മിക്ക സാധകർക്കും സംഭവിക്കുന്നത്. അവർ വിചാരിക്കുന്നു അവർ നിർവ്വാണത്തിൻ്റെ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടുന്നു. അതായത് മനസ്സിന് ഇഷ്ടപ്പെട്ടുള്ള ശബ്ദം, അതേപോലെ തന്നെ കാഴ്ച, രുചി, സ്പർശം ഇവയിലെല്ലാം അവർ ഏർപ്പെടുന്നു. അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ അവർ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുമൂലം അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും രാഗമുണ്ടാകുന്നതാണ്. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നു. സുണുഖത്ത ആര്യന്മാരുടെ വിനയത്തിൽ മരണം എന്നുള്ളത് ആര്യശിക്ഷണത്തെ ഉപേക്ഷിച്ച് ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനെയാണ്. അതുകൂടാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് മരണതുല്യമായിട്ടുള്ള വേദന ഉളവാക്കുന്നതാണ്. സുണുഖത്ത മറ്റൊരു ഭിക്ഷു ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം. ശ്രമണൻ രാഗത്തെ ഒരു അമ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മോഹത്തെ ഒരു വിഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാമച്ഛന്തയും വ്യാപാദവും കൂടിച്ചേർന്നിട്ടുള്ളതാണ്. കാമച്ഛന്ത എന്ന് പറയുമ്പോൾ രാഗം, വ്യാപാദം എന്ന് പറയുന്നത് ദ്വേഷം. അത് രണ്ടും മോഹത്തിൽ ആശ്രിതമാണ്. ഞാൻ രാഗമാകുന്ന അമ്പിനെ പുറത്തു കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മോഹമാകുന്ന വിഷത്തെയും ഞാൻ പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ശരിയായിട്ടുള്ള രീതിയിലാണ് നിർവ്വാണത്തിൻ്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ നിർവ്വാണത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വ്യക്തി നിർവ്വാണത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിർവ്വാണത്തിന് അനുകൂലമല്ലാത്ത ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ശബ്ദങ്ങളോ ഗന്ധങ്ങളോ രസങ്ങളോ സ്പർശങ്ങളോ മനസ്സിലെ ചിന്തകളോ ഒന്നും തന്നെ ആ വ്യക്തി വെച്ചു പുലർത്തുന്നില്ല. അതുമൂലം ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഒരിക്കലും രാഗം ഉണ്ടാകുന്നില്ല. അതുമൂലം മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. ഉദാഹരണമായിട്ട് സുനഖത്ത ഒരു വ്യക്തിയെ വിഷം പുരണ്ട ഒരു അമ്പ് കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. ആ വ്യക്തിയുടെ വീട്ടുകാരും ബന്ധുക്കാരും കുടുംബാംഗങ്ങളും പരിജനങ്ങളും എല്ലാവരും ആ വ്യക്തിയെ ചികിത്സിക്കാൻ വേണ്ടി ഒരു വൈദ്യനെ വിളിക്കും. ആ വൈദ്യൻ ആ മുറിവിനെ ഒരു കത്രിക കൊണ്ട് വെട്ടി തുറക്കും. എന്നിട്ട് ആ അമ്പ് ഏതുവരെ പോയി എന്ന് നോക്കും. അതിനുശേഷം ആ അമ്പിനെ പുറത്തെടുക്കും, അതിലുള്ള വിഷത്തെ പുറത്താക്കും. എന്നിട്ട് ആ വിഷത്തിൽ ഒട്ടും തന്നെ ബാക്കിയില്ല എന്ന് ഉറപ്പാക്കും. ആ വിഷത്തിൽ ഒട്ടും തന്നെ ബാക്കിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൈദ്യൻ ആ വ്യക്തിയോട് ഇങ്ങനെ പറയും: പ്രിയപ്പെട്ട പുരുഷ, താങ്കളുടെ ശരീരത്തിലെ അമ്പ് പുറത്തെടുത്തിരിക്കുകയാണ്. അതിലെ വിഷവും ഞാൻ പുറത്തു കളഞ്ഞിരിക്കുകയാണ്. അതിൽ വിഷം ഒട്ടും തന്നെ ബാക്കിയില്ല. അതിനാൽ അത് നിങ്ങൾക്ക് യാതൊരുവിധ ഉപദ്രവവും ചെയ്യുകയില്ല. നിങ്ങൾ അനുകൂലമായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. പ്രതികൂലമായിട്ടുള്ള ഭക്ഷണം ഒരിക്കലും കഴിക്കരുത്. അല്ല എങ്കിൽ വീണ്ടും ആ മുറിവ് പഴുക്കുന്നതാണ്. ദിവസവും ആ മുറിവിനെ കഴുകണം, എന്നിട്ട് മരുന്ന് വെച്ച് കെട്ടണം. അല്ലെങ്കിൽ അതിൽ രക്തവും പഴുപ്പും കെട്ടിക്കിടക്കുന്നതാണ്. കാറ്റത്തും വെയിലത്തും ഒരുപാട് നടക്കരുത്, അല്ലെങ്കിൽ ആ മുറിവിൽ ചളിയും അഴുക്കും പുരളുന്നതാണ്. അതുമൂലം ആ മുറി വീണ്ടും പഴുക്കുന്നതാണ്. പ്രിയപ്പെട്ട പുരുഷ, മുറിവിനെ യഥാർത്ഥ രീതിയിൽ പരിചരിക്കുക, എന്നിട്ട് അതിനെ ഉണക്കുക. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ വിചാരിക്കുന്നു: ആ അമ്പിനെ പുറത്തെടുത്തിരിക്കുകയാണ്, മുറിവിലെ വിഷത്തിനെ പരിപൂർണമായിട്ടും പുറത്താക്കിയിരിക്കുകയാണ്. അതിനാൽ ഇത് എനിക്ക് യാതൊരുവിധ ദോഷവും ചെയ്യുന്നതല്ല. അവർ അതിന് അനുകൂലമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. അത് കാരണം ആ മുറിവ് ഒരിക്കലും പഴുക്കുകയില്ല. അവർ തുടർച്ചയായിട്ട് ആ മുറിവിനെ കഴുകി അതിൽ മരുന്ന് വെച്ച് പൊത്തുന്നതാണ്. അതുമൂലം ആ മുറിവിൽ രക്തമോ അല്ലെങ്കിൽ പഴുപ്പോ കെട്ടിക്കിടക്കുകയില്ല. അതുകൂടാതെ ആ വ്യക്തി വെയിലത്തും കാറ്റത്തും അധികം നടക്കില്ല. അതുമൂലം ആ മുറിവിൽ പൊടിയും അഴുക്കും പുരളില്ല. അപ്പോൾ ആ മുറിവ് പഴുക്കുകയുമില്ല. അങ്ങനെ ആ വ്യക്തി ആ മുറിവിനെ ശരിയായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കുന്നു, എന്നിട്ട് അതിനെ ഉണക്കുന്നു. അതിനാൽ അവർ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. അവർ അനുകൂലമല്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല. അതുകൂടാതെ അതിലുള്ള വിഷത്തെ കംപ്ലീറ്റായിട്ട് പുറന്തള്ളിയിരിക്കുകയാണ്.
അതുമൂലം ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങുക തന്നെ ചെയ്യും. അതിനാൽ ആ വ്യക്തിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നതല്ല. അതേപോലെ തന്നെ ഒരു ഭിക്ഷു ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ശ്രമണൻ പറഞ്ഞിട്ടുണ്ട് രാഗം ഒരു അമ്പാണ് എന്ന്. അതുകൂടാതെ മോഹം എന്നുള്ളത് വിഷമാണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ കാമച്ഛന്തവും വ്യാപാദവും ഉണ്ട്. ഞാൻ രാഗമാകുന്ന ആ അമ്പിനെ പുറന്തള്ളിയിട്ടുണ്ട്. അതുകൂടാതെ മോഹമാകുന്ന ആ അവിദ്യയെയും ഞാൻ പുറത്തു തള്ളിയിട്ടുണ്ട്. ഞാൻ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിർവ്വാണത്തിൻ്റെ ദിശയിലേക്ക് പോകുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ നിർവ്വാണത്തിൻ്റെ ദിശയിലേക്ക് പോകുന്നത് കൊണ്ട് അവർ നിർവ്വാണത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുകയില്ല. യോജിക്കാത്ത ദൃശ്യമോ ശബ്ദമോ ഗന്ധമോ രസമോ സ്പർശമോ ചിന്തയോ അവരുടെ മനസ്സിനെ ബാധിക്കാതെ അവർ നോക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും രാഗം അവരുടെ മനസ്സിനെ ബാധിക്കുകയില്ല. അതുമൂലം അവർക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുകയില്ല. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മുക്തി ലഭിച്ചു എന്ന് കരുതുകയാണെങ്കിൽ ഒരു കാരണവശാലും പിന്നീട് ആ വ്യക്തി പഞ്ചേന്ദ്രിയങ്ങളിലെ രസങ്ങൾ ആസ്വദിക്കരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ വീണ്ടും ആ പഴയ കാര്യങ്ങളിൽ തന്നെ ഏർപ്പെടുകയാണെങ്കിൽ വീണ്ടും മനസ്സിൽ രാഗമുണ്ടാകുകയും അതുമൂലം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സുണഖത്ത, ഞാൻ ഈ ഉപമ ഒരു കാര്യം വ്യക്തമാക്കാനാണ് തന്നത്. ആ കാര്യം ഇതാണ്. മുറിവ് എന്നുള്ളത് നമ്മുടെ അകത്തുള്ള 6 ഇന്ദ്രിയങ്ങളുടെ ആയതനമാണ്. വിഷം എന്നത് അവിദ്യയ്ക്ക് പറയുന്ന കാര്യമാണ്. രാഗത്തെയാണ് അമ്പ് എന്ന് പറയുന്നത്. ആ അമ്പ് ഏതുവരെ പോയിട്ടുണ്ട് എന്ന് നോക്കലിനെ ആണ് സതി എന്ന് പറയുന്നത്. ആ മുറിവിനെ കീറുന്ന ഉപകരണത്തെയാണ് ആര്യ പ്രജ്ഞ എന്ന് പറയുന്നത്. വൈദ്യൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് തഥാഗതനെയാണ്, സമ്മാസംബുദ്ധനെയാണ്. സുനഖത്ത, ആ ഭിക്ഷു തീർച്ചയായിട്ടും 6 ആയതനങ്ങളുടെ സ്പർശത്തിൽ ആ വ്യക്തി നിയന്ത്രണം പാലിക്കും. ആ വ്യക്തി ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഉപാധി അല്ലെങ്കിൽ ആസക്തിയാണ് ദുഃഖത്തിൻ്റെ മൂല കാരണം. ആസക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് ആ വ്യക്തി തന്നെ മുക്തനാകുന്നു. അതുമൂലം ആ വ്യക്തി ഒരിക്കലും തൻ്റെ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ വീണ്ടും ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. സുനഖത്ത, ഉദാഹരണമായിട്ട് ഒരു വെങ്കലക്കപ്പിൽ വളരെ നല്ല ഒരു പാനീയം ഉണ്ട് എന്ന് കരുതുക. അതിന് വളരെ നല്ല വർണ്ണവും വളരെ നല്ല മണവും അതേപോലെ തന്നെ വളരെ നല്ല രുചിയുമുണ്ട്. എന്നാൽ അതിൽ വിഷം കലർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരു വ്യക്തി കടന്നു പോവുകയാണ്. ആ വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതുകൂടാതെ ആ വ്യക്തി സുഖകരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ദുഃഖം അനുഭവിക്കാൻ ആ വ്യക്തിക്ക് ആഗ്രഹം ഇല്ല. സുനഖത്ത, താങ്കൾ എന്താണ് കരുതുന്നത്? ആ പാനീയം കുടിച്ചു കഴിഞ്ഞാൽ മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുമോ എന്ന് ആ വ്യക്തിക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തി ആ പാനീയം കുടിക്കുമോ? ഇല്ല ബന്ദേ. സുനഖത്ത, ഇതുപോലെ തന്നെയാണ് ഒരു ഭിക്ഷു 6 ഇന്ദ്രിയങ്ങളുടെ സ്പർശത്തിലും ശ്രദ്ധിക്കുന്നത്. അവിടെ ആ വ്യക്തി സംവരം അല്ലെങ്കിൽ നിയന്ത്രണം പാലിക്കുന്നു. ആ വ്യക്തി ഇത് മനസ്സിലാക്കുന്നു, ആസക്തിയാണ് ദുഃഖത്തിൻ്റെ മൂല കാരണം. അതിനാൽ ആസക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് ആ വ്യക്തി മുക്തനാകാൻ ശ്രമിക്കുന്നു. അതുമൂലം ആ വ്യക്തി തൻ്റെ ശരീരത്തിനെയോ മനസ്സിനെയോ ഏതെങ്കിലും ആസക്തിയിൽ പെടുത്തുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുക്തനാകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി വീണ്ടും തൻ്റെ ശരീര മനസ്സുകളെ ഇന്ദ്രിയ വിഷയങ്ങളാവുന്ന ആസക്തിയിൽ ഒരിക്കലും പെടുത്തരുത്. സുനഖത്ത, ഉദാഹരണമായിട്ട് വളരെ ഘോരവിഷമുള്ള ഒരു അണലിപ്പാമ്പുണ്ട് എന്ന് കരുതുക. അപ്പോൾ ആ വഴി ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ദുഃഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുണഖത്ത, താങ്കൾ എന്താണ് കരുതുന്നത്? ആ ഘോരവിഷമുള്ള അണലി കടിച്ചു കഴിഞ്ഞാൽ മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുമെന്ന് ആ വ്യക്തിക്ക് അറിയാവുന്നതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തി സ്വന്തം കയ്യോ അല്ലെങ്കിൽ വിരലുകളോ ആ അണലിക്ക് കടിക്കാൻ കൊടുക്കുമോ? ഇല്ല ബന്ദേ. അതുപോലെ തന്നെയാണ് സുണഖത്ത, ഒരു വ്യക്തി 6 ഇന്ദ്രിയങ്ങളുടെ സ്പർശത്തിൽ
സംവരം അല്ലെങ്കിൽ നിയന്ത്രണം ചെയ്യുന്നു. ആ വ്യക്തിക്ക് ആസക്തിയാണ് ദുഃഖത്തിൻ്റെ മൂലകാരണം എന്ന് അറിയാം. ആസക്തി ഉപേക്ഷിച്ചുകൊണ്ട് ആ വ്യക്തി മുക്തനാകുന്നു. വീണ്ടും ആ വ്യക്തി തൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ ആസക്തിയിൽ വയ്ക്കുന്നില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. സുണക്കത്തൻ വളരെ തൃപ്തനായി ഭഗവാന്റെ വാക്കുകളിൽ സന്തോഷിച്ചു. സുണക്കത്ത സൂത്തം നിഠിതം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മുക്തി കിട്ടി എന്ന് കരുതുകയാണെങ്കിൽ, അതേപോലെ തന്നെ മുക്തിയുടെ പാതയിലൂടെയാണ് ആ വ്യക്തി നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തരാകരുത് എന്നാണ് പറയുന്നത്. അതായത് സുന്ദരമായിട്ടുള്ള രൂപത്തിലോ സുന്ദരമായിട്ടുള്ള ഗന്ധത്തിലോ ശബ്ദത്തിലോ രസത്തിലോ സ്പർശത്തിലോ അല്ലെങ്കിൽ ചിന്തയിലോ ആ വ്യക്തി ഒരിക്കലും ആസക്തനാകരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ മനസ്സിൽ കളങ്കങ്ങൾ ഉണ്ടാകുകയും നമ്മൾ വീണ്ടും ബന്ധനത്തിലാകുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേമാതിരി കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമുക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.